ഹായ് എവരി വൺ, വെൽക്കം ടു സൈറ ലേണിംഗ്സ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, UGC NDA നടത്തുന്ന നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഭാഗങ്ങൾ പല രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട സൈറ്റുകൾ ഒക്കെ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എവിടെയായിരുന്നു ഇൻഡസ് വാലിയുമായിട്ട് ബന്ധപ്പെട്ട, പിന്നെ അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തിയറികളുണ്ട്. ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട തിയറി, ഇൻഡസ് വാലി പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട തിയറി, അതേപോലെ തന്നെ അതിന്റെ ഡിക്ലൈനുമായിട്ട് ബന്ധപ്പെട്ട തിയറി. ഓക്കെ, അങ്ങനെ ഒരുപാട് ഏരിയകൾ ഇതിൽ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ നിന്നിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പഠിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർട്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, ഈ ഒരു ഡിസ്കഷനിൽ കുറച്ചായിട്ട് ആർക്കിടെക്ചറും ഇൻഡസ് വാലിയുടെ പ്രധാനപ്പെട്ട കുറച്ച് ആർക്കിടെക്ചറും അതേപോലെ ആർട്സ് കാര്യങ്ങളുമാണ് ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഒരുപാട് കാലമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് +1 +2 ആവട്ടെ, അതിനുശേഷം ഡിഗ്രി ആവട്ടെ, PG ആവട്ടെ, നമ്മൾ നിരന്തരമായിട്ട് ആ ഒരു ഹിസ്റ്ററി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, The forms of art found from various sites of civilization. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരുപാട് സൈറ്റുകളുണ്ട്, ഒരുപാട് ഏരിയകളുണ്ട്. അതിന്റെ പല സ്ഥലങ്ങളും ഇന്നത്തെ പാകിസ്ഥാനാണ്. അതിന് പുറമെ ഇന്ത്യയിലും ഒരുപാട് ഈ ഒരു സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട സിറ്റികൾ ഉണ്ടായിരുന്നു. അതൊരു അർബൻ സിവിലൈസേഷൻ ആയിരുന്നല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് ആർട്ടിഫാക്ട്സ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒരുപാട് സ്കൾപ്ചേഴ്സ് ഉണ്ട്, സീൽസ് ഉണ്ട്, പോട്ടറി ഉണ്ട്, ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ട്, ടെറാക്കോട്ട ഫിഗേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരുപാട് ആർട്ടിഫാക്ട്സ് കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസ്കാരം അത്രക്കും പുരോഗതി പ്രാപിച്ച ഒരു സംസ്കാരമായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ വിലയിരുത്താൻ പറ്റും. മോഡലിംഗ് ഓഫ് ഫിഗേഴ്സ് വാസ് ഡൺ ഇൻ എ എക്സ്ട്രീംലി കെയർഫുൾ മാനർ. അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് ആ ഒരു ആർട്ടിഫാക്ട്സ് കാര്യങ്ങൾ, അവരുടെ സ്കൾപ്ചേഴ്സും ബാക്കിയുള്ള അവരുടെ പോർട്രേറ്റുകളും സീൽസും ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഓക്കെ, കാരണം ഒരു സംസ്കാരം അത് വളർന്ന് അതിന്റെ ഒരു പരമോന്നതിയിൽ എത്തുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ വിലയിരുത്തിക്കൊണ്ട് അതിന്റെ ഒരു പുരോഗമനത്തെ അല്ലെങ്കിൽ അതിന്റെ ഒരു പുരോഗതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഷോക്കേസ് വൺ ഓഫ് ദ earliest example of civic planning. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മളിവിടെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആർട്ട് കാര്യങ്ങളാണെങ്കിലും അതിന്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും അതേപോലെ അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നിർമ്മിതികൾ അതേക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഷോക്കേസ് വൺ ഓഫ് ദ earliest example of civic planning. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം നെറ്റ് എക്സാമിന്റെ ചോദ്യം രണ്ട് രീതിയിൽ വരും. ഒന്ന് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഫാക്ച്വൽ ആയിട്ടുള്ള അറിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. മറ്റൊന്ന് കൺസെപ്ഷ്യൽ ക്ലാരിറ്റി വേണ്ടി, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യമാണെങ്കിൽ കൺസെപ്ഷ്യൽ ക്ലാരിറ്റി മസ്റ്റ് ആണ്. എന്നാൽ അതിന്റെ ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്താൻ പറ്റുള്ളൂ.
അതിൽ രണ്ടും വേണം. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ പക്ക ഫാക്ച്വൽ ആയിട്ടുള്ള അറിവും വേണം, അതിന്റെ കൂടെ തന്നെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയും വേണം. ഓർത്തിരിക്കുക, ഇവര് സിവിക് പ്ലാനിങ് അതിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. ഹൗസസ്, മാർക്കറ്റ്, സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ഓഫീസസ് എക്സെട്ര അറേഞ്ച്ഡ് ഇൻ എ ഗ്രിഡ് ലേക്ക് പാറ്റേൺ ആയിരുന്നു. ഗ്രിഡ് ലേക്ക് പാറ്റേൺ ആയിരുന്നു ഇവരൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റി ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് എന്ന് ചുരുക്കം. ഇൻ ദിസ് പാറ്റേൺ റോഡ്സ് വെർ കട്ട് അക്രോസ് ഓൺ അനദർ 90 ഡിഗ്രി ആംഗിൾ. കറക്റ്റ് ആയിട്ട് മുറിക്കുന്ന രീതിയിൽ 90 ഡിഗ്രി ആംഗിളിലായിരുന്നു റോഡുകളൊക്കെ ഉണ്ടായിരുന്നത്. ആൻഡ് ദ സിറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ബ്ലോക്സ്. അപ്പൊ സ്വാഭാവികമായിട്ട് 90 ഡിഗ്രിയിൽ റോഡുകൾ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്ന സമയത്ത് അവിടുത്തെ സിറ്റി അതൊരു ബ്ലോക്ക് ആയിട്ടേക്ക് ഉണ്ടാവാം. There was also a highly developed drainage system. അറിയുന്നതാണ് ഹാരപ്പൻ ഡ്രൈനേജ് സിസ്റ്റത്തെ കുറിച്ച്. വൈൽ ഹാരപ്പ ആൻഡ് മോഹൻജദാരോ ആർ സിറ്റുവേറ്റഡ് ഇൻ പാകിസ്ഥാൻ. പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഫസ്റ്റ് ഫോക്കസ് ചെയ്യാറുള്ളത് ഹാരപ്പ, മോഹൻജദാരോ ഒക്കെയാണ്. സ്റ്റുവർട്ട് പീഗോട്ടിന്റെ അഭിപ്രായത്തില് ഹാരപ്പയും മോഹൻജദാരോയും എന്താണ് രണ്ട് പ്രധാനപ്പെട്ട ക്യാപിറ്റൽ സിറ്റികളായിരുന്നു. ഈ സംസ്കാരത്തിന്റെ 13 ക്യാപിറ്റൽസ് ആണ് ഹാരപ്പയും മോഹൻജദാരോയും. ജസ്റ്റ് ഓർമ്മപ്പെടുത്തി എന്നാണ് പീഗോട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ പറയുന്ന ഹാരപ്പയും മോഹൻജദാരോയും ഒക്കെ ഇന്നത്തെ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യത്തെ പ്രധാനപ്പെട്ട സൈറ്റ് അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോ പ്രധാനപ്പെട്ടത് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. ഒന്ന് ലോഥൽ, അതേപോലെ സർക്കോട്ര, ധോളാവിറ ഗുജറാത്തിലാണ്. മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സൈറ്റുകൾ അത് ഇന്ന് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ കടന്നു വരുന്നു. ജസ്റ്റ് എവിടെയാണ്, ഗുജറാത്തിലാണോ, ഹരിയാനയിലാണോ, രാജസ്ഥാനിലാണോ, പഞ്ചാബിലാണോ, ആ കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ലോഥല്, സർക്കോട്ര, അതേപോലെ ധോളാവിറ ഇത് ഗുജറാത്തിലാണ്. റാക്കിഗർ, ബനവാലി ഹരിയാനയാണ്. റോപ്പർ എവിടെയാണ്, പഞ്ചാബിലാണ്. കാളിബംഗൻ, അതേപോലെ ബരാത്ത ഇതൊക്കെ എവിടെയാണ്, രാജസ്ഥാനാണ്. കാളിബംഗൻ, ബരാത്ത ഇതൊക്കെ രാജസ്ഥാനാണ്. ഈ ഒരു സംസ്കാരത്തെ അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു നിർമ്മിതികൾ, എത്തരത്തിലുള്ള നിർമ്മിതികൾ അല്ലെങ്കിൽ എത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൊന്ന് ഈ ഒരു ഗ്രേറ്റ് ബാത്ത്, മറ്റു മോഹൻജദാരോയിൽ ഉണ്ടായിരുന്ന ഗ്രേറ്റ് ബാത്ത് ആണ്. Great Bath was a large rectangular tank in country in a courtyard surrounded by a corridor. അതിന്റെ നാല് ഭാഗത്തും സറൗണ്ട് ചെയ്തിട്ടുള്ള കോറിഡോർ ഉള്ള ഒരു ടാങ്ക് ആണ്, ഒരു റെക്ടാങ്കുലർ ടാങ്ക് ആണ് ഈ പറയുന്ന ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, മോഹൻജദാരോ ആട്ടോ. ചിലപ്പോൾ ചോദ്യത്തിൽ ഡയറക്റ്റ് ജന്മ ചോദ്യം വന്നേക്കാം, ഗ്രേറ്റ് ബാത്ത് ഏത് പ്രദേശത്താണ് അല്ലെങ്കിൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഡയറക്റ്റ് ചോദ്യം വന്നേക്കാം. അങ്ങനത്തെ ചോദ്യം വരുന്ന സമയത്ത് ഇപ്പൊ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്കത് അറിയാം, അല്ലെങ്കിൽ ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ കാര്യത്തെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ആ ഓപ്ഷൻ, 4 ഓപ്ഷന് ഹാരപ്പ, മോഹൻജദാരോ, ചാനുദാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവരുത്. ഇനി ഹാരപ്പയിലായിരുന്നു അല്ലെങ്കിൽ മോഹൻജദാരോ തന്നെയാണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒന്നും വരാൻ പാടില്ല. സ്റ്റിക്ക് ചെയ്ത് തന്നെ വെക്കേണ്ടതാണ്. ഇതിന്റെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് there were 2 flights of steps on the north and south sides. അതിന്റെ നോർത്ത് ഭാഗത്തും സൗത്ത് ഭാഗത്തും 2 സ്റ്റെപ്പുകൾ ഉണ്ട്. ആ സ്റ്റെപ്പുകൾ ടാങ്കിലേക്ക്, അതായത് ഈ ഒരു ഗ്രേറ്റ് ബാത്തിലേക്ക് അതിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് സ്റ്റെപ്പ് ഉള്ളത്. അതിലേക്ക് ഇറങ്ങിയിട്ടാണ് ആ സ്റ്റെപ്പുകൾ നിൽക്കുന്നത്. ഗോയിങ് ഇൻ ടു ദി ടാങ്ക് which was made watertight by laying bricks around the perimeter. അതിന്റെ ചുറ്റുഭാഗത്തും എന്തുണ്ട്, ബ്രിക്സുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം എന്ത് ചെയ്യില്ല, പുറത്തോട്ട് ചോർന്നു പോവുക അല്ലെങ്കിൽ പോവുക ചെയ്യില്ല. അപ്പൊ അത് വാട്ടർ ടൈറ്റ് ആയിരുന്നു. മെയ്ഡ് വാട്ടർ ടൈറ്റ് ബൈ ലേയിങ് ബ്രിക്സ് അറൌണ്ട് ദ പെരിമീറ്റർ ആൻഡ് യൂസിങ് ജിപ്സം ആൻഡ് മോട്ടർ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് ശരിയാണ്. മെയ്ഡ് വാട്ടർ ടൈറ്റ് ബൈ ലേയിങ് ബ്രിക്സ് അറൌണ്ട് ദ പെരിമീറ്റർ ആൻഡ് യൂസിങ് ജിപ്സം മോട്ടർ. മറ്റൊന്ന് ഗ്രേറ്റ് ഗ്രാനറിയാണ്. Great Granary, one of the biggest granary sites found in the Indus Valley at Mohenjo-daro. Again, Mohenjo-daro ആണ് ഗ്രേറ്റ് ബാത്തും അതേപോലെ ഗ്രേറ്റ് ഗ്രാനറി. ഇതും എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഗ്രേറ്റ് ഗ്രാനറി ആണ്, അതും മോഹൻജദാരോ. Almost every site found in excavation witnesses the system of granary or warehouse. ഏകദേശം എല്ലാ പ്രദേശങ്ങളിലും
എല്ലാ ഇൻഡസ് വാലി സൈറ്റുകളിലും ഈ ഒരു ഗ്രാനറി സിസ്റ്റം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലുതായിട്ടുള്ള ഒരു ഗ്രേറ്റ് ഗ്രാനറി കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? മോഹൻജദാരോ ആണ്. ഓർത്തിരിക്കാം, സ്റ്റേറ്റ്മെന്റ് വന്നേക്കാം, അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആകട്ടെ. Most staple food such as rice, wheat and barley was stored in the warehouses. Okay, അവിടെ കാര്യമായിട്ട് അവർ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തിരുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫുഡ് പ്രൊഡക്ട്സുകളാണ് അവിടെ സ്റ്റോർ ചെയ്തിരുന്നത്. റൈസ്, വീറ്റ്, ബാർലി. ഓക്കെ, ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് ഉദ്ദേശിച്ച അല്ലെങ്കിൽ മറ്റൊന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് വരാം. ആർട്സ് ആൻഡ് ആർട്ടിഫാക്ട്സ് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പൊ ഇതിനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടാവും. അവര് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും? അതായിരിക്കും പ്രധാനമായിട്ടും ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ആദ്യത്തെ കാര്യം അത് തന്നെയാണ്. മെറ്റീരിയൽസ് യൂസ്ഡ്. ഇത് മെറ്റീരിയൽ ആണ് അവര് ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇവര് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്രോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്, ടെറാക്കോട്ട, ക്ലേ, ഇതൊക്കെ ഇവർ ഈ ഒരു നിർമ്മിതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ ആർട്ടിഫാക്ട്സുകളുടെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, പല രീതിയിലുള്ള ആർട്ടിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച മെറ്റീരിയൽസ് ആണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതില് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സ്റ്റോൺ കൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് പറയുന്നത്. പ്രധാനപ്പെട്ട കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് സ്റ്റോൺ കൊണ്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ബിയർഡ് മാൻ ആണ്, അല്ലെങ്കിൽ പ്ലീസ്റ്റ് മാൻ, പ്ലീസ്റ്റ് കിങ് എന്നൊക്കെ വരാം. ചിലപ്പോ ഫസ്റ്റ് ചോദ്യത്തിൽ ബിയർഡ് മാൻ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പ്രീസ്റ്റ് മാൻ എന്നായിരിക്കും ഉണ്ടാവുക, പ്രീസ്റ്റ് കിങ് എന്നാണ് ഉണ്ടാവുക. ഒക്കെ ഒരു കാര്യത്തെ കുറിച്ചാണ്, സെയിം കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടെത്തിയിട്ടുള്ളത് മോഹൻജദാരോയിലാട്ടോ. മോഹൻജദാരോ ആണ്, അഗെയിൻ മോഹൻജദാരോ. ഓക്കെ, സംഭവം ഹാരപ്പൻ സിവിലൈസേഷൻ ആണെങ്കിലും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ചിലപ്പോൾ മോഹൻജദാരോ എന്നായിരിക്കും. മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിഗോഡഗന്ധ് പറഞ്ഞത് ഇത് രണ്ടും ടിൻ ക്യാപിറ്റൽ സിറ്റീസ് ആയിരുന്നു ഈ ഒരു സംസ്കാരത്തിൽ, മോഹൻജദാരോയും അതേപോലെ ഹരപ്പയും. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റേറ്റൈറ്റ് കൊണ്ടാണ്. സ്റ്റേറ്റൈറ്റ് കൊണ്ടാണ് ഈ ഒരു ബിയർഡ് മാനെ ഉണ്ടാക്കിയിട്ടുള്ളത്. The figure interpreted as a priest and is trapped in a shawl coming under the right arm. ഓക്കെ, ഒരു ഷോൾ ഉണ്ട്. ആ ഷോള് എങ്ങനെയാണത് സെറ്റ് ചെയ്തിട്ടുള്ളത്? കമ്മിങ് അണ്ടർ ദ റൈറ്റ് ആം. ഓക്കെ, വലത് കൈയിന്റെ അടിഭാഗത്തൂടെയാണ്. അതിന്റെ കവറിംഗ് ദ ലെഫ്റ്റ് ഷോൾഡർ. എന്നിട്ട് ലെഫ്റ്റ് കൈയിന്റെ ഷോൾഡർ ഭാഗം മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് ഷാൾ ഉള്ളത്. ഓക്കെ, അതൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇത് തലതിരിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തലതിരിച്ചാൽ മതി. ഷാൾ കമ്മിങ് അണ്ടർ ദ ലെഫ്റ്റ് ഷോൾഡർ, ലെഫ്റ്റ് ആം ആൻഡ് കവറിംഗ് ദ റൈറ്റ് ഷോൾഡർ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നേക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വന്നേക്കാം. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഷാൾ കമ്മിങ് അണ്ടർ ദ റൈറ്റ് ആം, വലത് കൈയിന്റെ അടിഭാഗത്താണ്, പിന്നെ ഇടത് ഷോൾഡർ ആണ് മൊത്തമായിട്ട് കവർ ചെയ്യുന്നത്. നല്ലോണം അങ്ങനെ തന്നെ മൈൻഡ് കയറ്റി വെക്കുക. The shawl is decorated with trefoil pattern. ഈ trefoil pattern എന്തുണ്ട്? ആ ഷോളിൽ കാണാൻ പറ്റും. trefoil pattern എന്ന് പറയുമ്പോൾ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന 3 റൗണ്ടുകൾ. ഓക്കെ, ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന 3 റൗണ്ടുകളാണ് ഈ trefoil pattern എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ അതിന്റെ മുകളിൽ ഡെക്കറേഷൻ പോലെ വന്നിട്ടുണ്ട്. The eyes are elongated and half closed in a meditative concentration. ഓക്കെ, ഒരു പകുതി അടിഞ്ഞ രീതിയിലുള്ള കണ്ണുകളാണ് അതിനെ കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മെഡിറ്റേഷനിലുള്ള ഒരു ആള് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം അത് പ്രീസ്റ്റ് മാൻ അല്ലെങ്കിൽ പ്രീസ്റ്റ് കിങ് എന്നുള്ള രീതിയിലൊക്കെ അതിനെ പരാമർശിക്കുന്നുണ്ടല്ലോ. നോസ് ഈസ് വെൽ ഫോം ആൻഡ് മീഡിയം സൈസ്. നോസ് ഈസ് വെൽ ഫോം ആൻഡ് മീഡിയം സൈസ്. ഷോർട്ട് കട്ട് മുസ്താഷ് ആൻഡ് ഷോർട്ട് ബിയർഡ്. ഓക്കെ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മുസ്താഷും അതേപോലെ മീശുണ്ട്, ചെറുതായിട്ടുള്ള താടിയുണ്ട്, പിന്നെ അതേപോലെ ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്ന വിസ്കേസും ചെറുതായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ കാണാൻ പറ്റുന്നത്. പുറത്തിരിക്കുക, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, ചിലപ്പോൾ ലോങ് ബിയർഡ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് വന്നേക്കാം. ഓക്കെ, കറക്റ്റ് നമുക്ക് ഐഡിയ വേണം എന്താണ് ആ ഒരു പ്രീസ്റ്റ് കിങ്ങിൽ അല്ലെങ്കിൽ പ്രീസ്റ്റ് മാന്റെ ബിയർഡ് മാന്റെ സ്റ്റോൺ സ്റ്റാറ്റ്യൂഡ് എന്താണുള്ളത് എന്നുള്ള കറക്റ്റ് ഐഡിയ നമുക്ക് വേണം. ഹെയർ ഈസ് പാർട്ടഡ് ഇൻ ദി മിഡിൽ. ഓക്കെ,
നമ്മുടെ കലാമിന്റെ ഒക്കെ മാതിരി അങ്ങനത്തെ ഒരു മുടിയാണ്. പ്ലെയിൻ വാട്ട് ഫീൽ ലൈക്ക് ഈസ് പാസ്ഡ് അറൗണ്ട് ദ ഹെഡ്. അതിന്റെ മുകളിലൊരു എന്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഹെയർ ബാൻഡ് പോലത്തെ ഒരു സാധനം അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, അറിയുന്നുണ്ട്. ഓക്കെ, ആണ് ഫില്ലറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് ആംലെറ്റ് ഓൺ ദി റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിൽ ഒരു ആംലെറ്റ് ഉണ്ട്. റൈറ്റ് ഹാൻഡിലാണ്, ലെഫ്റ്റ് ഹാൻഡിലല്ല. മാറിപ്പോകരുത്. ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു പറയുന്നത് കാരണം വേണ്ടിയൊക്കെ ഇതൊക്കെ ഒരു രസമാണ്. ഓക്കെ, ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളത്. കാരണം സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, അത് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നുള്ള കറക്റ്റുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല എന്ന് അവർക്കറിയാം. അപ്പൊ നമുക്കത് കറക്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് റൈറ്റ് ആണെങ്കിൽ റൈറ്റ് തന്നെ അത് അങ്ങനെ തന്നെ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ അത് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് തന്നെ അറിയിക്കണം. സ്ലൈറ്റ് ടച്ച് ഓഫ് ദി ഗ്രീക്ക് സ്റ്റൈൽ ഓഫ് സ്റ്റാറ്റിസ് ക്യാൻ ബി സീൻ. ഒരു ഗ്രീക്ക് സ്റ്റൈൽ ഇതിന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതും ശരിയാണ്. ഇൻഡസ് വാലി അല്ല, ഇതിന് ഗ്രീക്ക് ആയിട്ട് എന്ത് കണക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അത് ശരിയാണ്. സ്ലൈറ്റ് ടച്ച് ഓഫ് ദി ഗ്രീക്ക് സ്റ്റൈൽ ഓഫ് സ്റ്റാറ്റ്യൂസ് ക്യാൻ ബി സീൻ. ഈ രണ്ടാമത്തത് നമ്മളിപ്പം ബിയർഡ്മാനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രീസ്റ്റ് മാൻ ഉണ്ട്, അതേപോലെ പ്രീസ്റ്റ് കിങ്. പ്രീസ്റ്റ് മാൻ അല്ലെ പ്രീസ്റ്റ് കിങ്ങിനെ കുറിച്ച്, ഇതിനെ കുറിച്ചാണ് ഇത് മൂന്നും ഒന്നാണ്. ബിയർഡ് മാനും അതേപോലെ പ്രീസ്റ്റ് മാനും പ്രീസ്റ്റ് കിങ്ങും സെയിം ആണ്. അതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് രണ്ടാമത്തത് മെയിൽ തോട്ട്സ് ഇതിന്റെ സവിശേഷതയാണ് അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഹാരപ്പയിലാട്ടോ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ആക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? പഞ്ചതാരമാണ്, ഹാരപ്പാണ്, ഹാരപ്പയാണ്. മെയ്ഡ് ഓഫ് റെഡ് സാൻഡ്സ്റ്റോൺ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റെഡ് സാൻഡ്സ്റ്റോണിനെ കൊണ്ടാണ്. മറ്റേത് സ്റ്റേറ്റേറ്റ് ആയിരുന്നു, ഇത് റെഡ് സാൻഡ്സ്റ്റോൺ ആണ്. There are socket holes in the neck and shoulder for the attachment of head and arms. ചിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ സോക്കറ്റ് കാണാൻ പറ്റും രണ്ട് ഭാഗത്ത്, കൈയിന്റെ രണ്ട് ഭാഗത്തും അതേപോലെ തലന്റെ ഭാഗത്തും കഴുത്തിന്റെ ഭാഗത്തും. അപ്പൊ അത് കിട്ടിയ സമയത്ത് അതില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കൈകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ തല ഇങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. നമ്മള് പാവക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ വേണമെങ്കിൽ എടുത്താലും പിന്നെ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ഒരു സെറ്റപ്പ് അതിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലെഗ്സ് ആർ ബ്രോക്കൺ, കൈകള് ബ്രോക്കൺ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. The shoulders are well backed and the abdomen slightly prominent. കണ്ടാൽ മനസ്സിലാവും. പള്ളന്റെ ഭാഗം കണ്ടില്ല, അബ്ഡോമിന്റെ ഭാഗം കണ്ടില്ലേ, കുറച്ചും ഇങ്ങോട്ട് മുമ്പോട്ട് മുന്തിയിട്ടാണ്. ഓക്കെ, വൺ ഓഫ് ദ ഇത് ഇതിന്റെ മാതിരി നമുക്ക് ബാക്കി കിട്ടുന്നതിന്റെ മാതിരി സിക്സ് പാക്ക് ഒന്നുള്ള ഒരു പ്രതീപമല്ല. ഓക്കെ, ഒരു സാധാരണക്കാരനാണ്. വൺ ഓഫ് ദ വെൽ കാർവ്ഡ് ആൻഡ് ഫിനിഷ്ഡ് വർക്ക്. ഓക്കെ, ആ ഒരു ഹ്യൂമൻ ബോഡി സാധാരണഗതിയിൽ ഒരു ഹ്യൂമൻ ബോഡി വെച്ച് നോക്കുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള ബോഡിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള അളവ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെൽ കാർവ്ഡ് ആണ്, ഫിനിഷ്ഡ് വർക്ക് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? ഹാരപ്പയിലാണ്. ഇനി ബ്രോൺസിലേക്ക് വരികയാണ്. നമ്മൾ സ്റ്റോൺ ആർട്ടിഫാക്ട്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ബ്രോൺസ് ആണ്. ഓക്കെ, ദ ബ്രോൺസ് സ്റ്റാറ്റ്യൂസ് വെർ മെയ്ഡ് യൂസിങ് ദ ലോസ്റ്റ് വാക്സ് ടെക്നിക്. ഓക്കെ, അതങ്ങനെ തന്നെ ചോദ്യത്തിൽ കടന്നു വരാറുണ്ട്. ലോസ്റ്റ് വാക്സ് ടെക്നിക് ആണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ബ്രോൺസ് കാസ്റ്റിംഗിൽ both human as well as animal figures were made out of the bronze. ജസ്റ്റ് ഒരു കോമൺ സാധനമാണ്, ജസ്റ്റ് ഓർത്തിരിക്കുക. ഹ്യൂമണും അതേപോലെ അനിമൽ ഫിഗേഴ്സും ഇതുകൊണ്ട് അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സം ബ്രോൺസ് മോട്ടീവ്സ് ഇൻക്ലൂഡ് ഡാൻസിംഗ് ഗേൾസ്, ബഫലോ ആൻഡ് ഗോട്ട്, ദ കോപ്പർ ഡോഗ് ആൻഡ് ബേർഡ് ഓഫ് ലോതൽ ആൻഡ് ദ ബ്രോൺസ് ഫിഗർ ഓഫ് എ ബുൾ ഫ്രം കാലിബർഗൻ. ഓക്കെ, അതിന്റെ കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക. ദ കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഡോഗ് ആൻഡ് ബേർഡ് ഓഫ് ലോതൽ, അത് എവിടെ നിന്നാണ്? ലോതൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ ബ്രോൺസ് ഫിഗർ ഓഫ് ബുൾ ഫ്രം ദി കാലിബർഗൻ എന്നാണ് ബ്രോൺസ് ഫിഗറിന്റെ ബുള്ളിനെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, കോപ്പർ ഡോഗും അതേപോലെ ബേർഡും എവിടെ നിന്നാണ്? ലോതലാട്ടോ. കോപ്പർ ആണ്, കോപ്പർ ഡോഗും അതേപോലെ ബേർഡും എവിടെ നിന്നാണ്? ലോതൽ. ഈ ഡാൻസിംഗ് ഗേൾ അഗെയിൻ മോഹൻജദാരമാണ്. മെയിൽ ടോർസോ മാത്രമേ നമുക്ക് ഹാരപ്പയിലുള്ള ബാക്കിയൊക്കെ പറഞ്ഞതൊക്കെ എവിടെ നിന്നാണ്? മോഹൻജദാരമാണ്. പിന്നെ ഈ ഒരു ലോതലിലുള്ള കാര്യം അതേപോലെ കാലിബർഗനിലുള്ള കാര്യം ജസ്റ്റ് അതിനെ കൂടെ നോക്കിയിരിക്കുക. ഇത് ബ്രോൺസ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ആർട്ടിഫാക്ട്സ് ഫ്രം ഇൻഡസ് വാലി. ഓക്കെ, ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ ഒരു ഡാൻസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 4 ഇഞ്ച് ഹൈ ഫിഗർ ആണ്, 4 ഇഞ്ചാണ് അതിന്റെ ഹൈറ്റ് ആയിട്ട് പറയുന്നത്. ഓർത്തിരിക്കുക, സ്റ്റേറ്റ്മെന്റിൽ വരാം. ചിലപ്പോൾ 6 ഇഞ്ച് 5 ഇഞ്ച് 3 ഇഞ്ചിനൊക്കെ ചോദ്യത്തിൽ വന്നേക്കാം. അപ്പോൾ അത് തെറ്റാണ്, 4 ഇഞ്ചാണ്. This exquisite casting depicts a girl whose long hair is tied in a bun
ആൻഡ് ബാംഗിൾസ് കവർ ഹെർ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ ബാംഗിൾസ് ഏത് കയ്യിലാണ്? ലെഫ്റ്റ് ഹാൻഡില് മൊത്തം ഏകദേശം കവർ ചെയ്യുന്ന രീതിയിൽ ബാംഗിൾസ് ഉണ്ട്. ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ബാംഗിൾസ് ഉണ്ട്. അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇടത് കൈയിലാണ് ലെഫ്റ്റ് ആണ്. കൗരീഷ്യൽ നെക്ലേസ് ഇസ് സീൻ അറൗണ്ട് ദ നെക്ക്. കൗരീഷ്യലിന്റെ നെക്ലേസ് ഉണ്ട്, കഴുത്തിൽ നെക്ലേസ് ഉണ്ട്. കൗരീഷ്യലിന്റെ നെക്ലേസ് ആണ്. റൈറ്റ് ഹാൻഡ് ഈസ് ഓൺ ഹെർ ഹിപ്പ്. റൈറ്റ് ഹാൻഡ് എവിടെ ഉള്ളത്? ഹിപ്പിലാണല്ലോ ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഹെർ ലെഫ്റ്റ് ഹാൻഡ് ഈസ് ക്ലാസ്പ്ഡ് ഇൻ ദി ട്രഡീഷണൽ ഇന്ത്യൻ ഡാൻസ് ജസ്റ്റർ. ട്രഡീഷണൽ ഇന്ത്യൻ ഡാൻസ് ജസ്റ്ററിലാണ് അവിടെ ഇടത് കൈ ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ഷി ഹാസ് ലാർജ് ഐസ്, വളരെ വലിയ കണ്ണുകളാണ് അവിടെ. ആൻഡ് ഫ്ലാറ്റ് നോസ്, പരന്ന് കിടക്കുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള നോസ് ആണ്. ഓർത്തിരിക്കുക, ലാർജ് ഐസ് ആണ്, അതേപോലെ ഫ്ലാറ്റ് നോസ് ആണ്. ഇനി ടെറാക്കോട്ട ഫിഗേഴ്സ് ആണ്. ദ ടെറാക്കോട്ട റെപ്രസെന്റേഷൻ ഓഫ് ദി ഹ്യൂമൻ ഫോംസ് ആർ ക്രൂഡ് ഇൻ ദി ഇൻഡസ് വാലി. ഓക്കെ, അടുത്തത് മോർ റിയലിസ്റ്റിക് മോട്ടീവ്സ് വർ ഫൗണ്ട് ഇൻ ഗുജറാത്ത് സൈറ്റ്സ് ആൻഡ് കാലിബം. ഓക്കെ, ക്രൂഡാണെന്നാണ് പറഞ്ഞത്, എന്നാലും റിയലിസ്റ്റിക് ആയിട്ടുള്ള മോട്ടീവ്സ് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഗുജറാത്തും അതേപോലെ കാലിബം കിട്ടിയിട്ടുണ്ട്. കാലിബം രാജസ്ഥാനിലാണ്. ഇമ്പോർട്ടന്റ് ടെറാക്കോട്ട മോട്ടീവ്സ് ഇൻക്ലൂഡഡ് മദർ ഗോഡസ്, പ്രധാനപ്പെട്ട അത് മദർ ഗോഡസ് ആണ്. അതേപോലെ ബിയർഡഡ് മെയിൽസ് ഉണ്ട് വിത്ത് കോയിൽഡ് ഹെയർ. ടെറാക്കോട്ട മാസ്ക് ഓഫ് എ ഓൺ ഡിറ്റി. ഓക്കെ, പിന്നെ ടോയ്സ്, പല രീതിയിലുള്ള ടോയ്സുകൾ കിട്ടിയിട്ടുണ്ട്. ടെറാക്കോട്ട ടോയ്സുകൾ, ടോയ് കാർഡ്സ് ആൻഡ് വീൽസ്, വിസിൽസ്, ബാറ്റിൽസ്, ബേർഡ്സ് ആൻഡ് അനിമൽസ്, ഗെയിംസ്മാൻ ആൻഡ് ഡിസ്കസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടെറാക്കോട്ട ബേസിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രധാനപ്പെട്ടവരുടെ നിർമ്മിതിയിൽപ്പെട്ട ഒന്നാണ് സീലുകൾ. ഒരുപാട് സീലുകൾ, ആയിരക്കണക്കിന് സീലുകൾ ഒരു സമയത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് എക്സ്കവേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തൗസൻഡ്സ് ഓഫ് സീൽസ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ഓൺ വേരിയസ് ഹാരപ്പൻ സൈറ്റ്സ്. അതുകൊണ്ട് തന്നെ ഈ സീലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പല രീതിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മെറ്റീരിയൽസ് സീൽസ് വർ യൂഷ്വലി മെയ്ഡ് ഓഫ് സ്റ്റേറ്റൈറ്റ്. ഓക്കെ, സ്റ്റേറ്റൈറ്റ് കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബിയർഡ് മാനിൽ ഉപയോഗിച്ച അതേ സാധനം കൊണ്ട് തന്നെയാണ് ഈ സീലുകളും അവർ കൂടുതലായിട്ട് യൂഷ്വലി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, അതിന് പുറമെ ജെറ്റ്, ചേർട്ട്, കോപ്പർ, ഫയൻസ് ഗോൾഡ്, ഐവറി ആൻഡ് ടെറാക്കോട്ട. ടെറാക്കോട്ട കൊണ്ടും ഐവറി കൊണ്ടും ഫയൻസ് ഗോൾഡ് കൊണ്ടും കോപ്പർ കൊണ്ടും ചേർട്ട് കൊണ്ടും കേറ്റ് കൊണ്ടും ഒക്കെ അവരെന്തുണ്ടാക്കിയിട്ടുണ്ട്? സീലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് സ്റ്റേറ്റൈറ്റ്. ഓക്കെ, സ്റ്റേറ്റൈറ്റ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് സ്റ്റോൺ ഫൗണ്ട് ഇൻ ദി റിവർ ബെഡ്സ്. ഓക്കെ, വാസ് ദ മോസ്റ്റ് കോമൺ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് സീൽ. Every seal is engraved in a pictographic script which is yet to be displayed. എല്ലാ സീലിന്റെ മുകളിലും ഒരു പിക്ടോഗ്രാഫിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പൊ അത് അവരുടെ ഒരു ഐഡന്റിറ്റി ആണ് എന്നുള്ള രീതിയിലാണ് അതിനെ പരിഗണിച്ചിട്ടുള്ളത്. അതുവരെ ഡെസിഫർ ചെയ്യപ്പെട്ടിട്ടില്ല, എന്നാലും സ്റ്റിൽ അതുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി സ്റ്റാൻഡേർഡ് ഹാരപ്പൻ സീൽ വാസ് 2 into 2 സ്ക്വയർ ഇഞ്ചസ് ആണ്. ഒരളവ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അനിമൽ മോട്ടീവ്സ് ഉണ്ട്. സീലിൽ അനിമൽ മോട്ടീവ്സ് വരുന്നുണ്ട്. The seals are carving of beautiful figures of animals. Okay, such as unicorn birds, rhinoceros, tigers, elephants, bisons, goat and buffalo. Okay, വളരെ മനോഹരമായിട്ടുള്ള മൃഗങ്ങളെ എൻഗ്രേവ് ചെയ്ത് അല്ലെങ്കിൽ കാർവ് ചെയ്തിട്ടുള്ള സീലുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ പേർപ്പസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതിപ്പോ ഇന്റർപ്രട്ട് ചെയ്ത് വന്നതാണ്, ഒരിക്കലും തന്നെ ആരും പറഞ്ഞു തന്നിട്ടില്ല ഇതാണ് ഉദ്ദേശിച്ചത് എന്നത്. പക്ഷെ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഹിസ്റ്റോറിയൻസ് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മെയിൻലി യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. അവർ കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് കാര്യമായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾസോ യൂസ്ഡ് ആസ് എ അമ്യൂലറ്റ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാരിഡ് ഓൺ ദി പ്രസൻസ് ഓഫ് ദിയർ ഓണേഴ്സ്, പെർഹാപ്സ് ആസ് എ മോഡേൺ ഡേ ഐഡന്റിറ്റി കാർഡ്. ഓക്കെ, ഇന്നത്തെ കാലത്തുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് പോലത്തെ ഒരു കാര്യമായിട്ടായിരിക്കും ഒരു പക്ഷെ അവര് ഈ ഒരു സീലുകൾ അവര് കൊണ്ട് നടന്നിട്ടുണ്ടാവുക. ഓക്കെ, ഓരോ ടീമിനും അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള അടയാളമുള്ള ചിഹ്നമുള്ള സീലുകൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് അവർ മൊത്തമായിട്ട് ഒരേ രീതിയിലുള്ള സീലായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി കാർഡ് എന്നുള്ള രീതിയിൽ ഇതിനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഇന്റർപ്രട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ടത്. സീൽസ് ഓഫ് പശുപതി മഹാദേവ. ഇത് മോഹൻജദാരോലാണ് കണ്ടിട്ടുള്ളത്. The seal depicts a human figure seated across the left. Okay, human figure
seated cross-legged ആണ്. An elephant ഓർത്തിരിക്കുക. An elephant and tiger are depicted to the right side. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. വലതുഭാഗത്ത് ഒരു ടൈഗറും എലിഫന്റും ഉണ്ട് ഈ സൈഡിൽ. ഓക്കെ, അതായത് ഒരു ഹ്യൂമൻ ഫിഗർ അതിന്റെ വലതുഭാഗത്ത് എലിഫന്റ് ആൻഡ് ടൈഗർ, അതിന്റെ ഇടതുഭാഗത്ത് എന്താണുള്ളത്? റിനോസസ് ആൻഡ് ബഫലോ. ഓക്കെ, അപ്പൊ 4 എണ്ണായി: എലിഫന്റ്, ടൈഗർ, റിനോസസ്, ഇതേപോലെ ബഫലോ. ഇനി അതിന്റെ കാലിന്റെ തായ്ഭാഗത്തായിട്ട് 2 ഡിയറുകളുണ്ട്, ആന്റിലോപ്സുകളുണ്ട്. ഓക്കെ, അങ്ങനെ മൊത്തം 6 മൃഗങ്ങളുണ്ട്. ടോട്ടൽ 5 മൃഗങ്ങളാണ്, പക്ഷേ 2 എണ്ണം ഉണ്ട്, ആന്റിലോപ്സ് 2 എണ്ണം ഉണ്ട്. അപ്പൊ 6 എണ്ണം ടോട്ടൽ വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് മൃഗങ്ങള്? അങ്ങനെ തന്നെ ചിലപ്പോൾ ചോദ്യത്തിൽ വരാറുണ്ട്. എലിഫന്റ്, ടൈഗർ അത് വലത് ഭാഗം, റിനോസർ, ബഫലോ ഇടത് ഭാഗം, പിന്നെ തായ്ഭാഗത്ത് 2 ഡിയർ. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ദ ഫിഗർ ഹാസ് എ 3-horned head. 3-horned head ആണ്, തന്നെ ഓർത്തിരിക്കുക, 3-horned head. ഈ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സിവിലൈസേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പോട്രിയാണ്. അത് ഏകദേശം എല്ലാ സിവിലൈസേഷനിലും ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഇൻഡസ് വാലിയിലും ഇത് കാണാൻ പറ്റുന്നുണ്ട്. ദ ആർട്ട് ഓഫ് പോട്രി വിറ്റ്നസ്ഡ് ഗ്രാജുവൽ ഇവോല്യൂഷൻ ഓഫ് വേരിയസ് ഡിസൈൻസ് മോട്ടീവ്സ് എംബ്രോയിഡ് ഇൻ ഡിഫറെന്റ് ഷേപ്സ് ആൻഡ് സ്റ്റൈൽസ്. Characteristics: the Indus Valley civilization pottery consists chiefly of fine wheel made bears, very few being handmade. കൂടുതലായിട്ടും ഇതാണ് വീല് കൊണ്ട് നിർമ്മിച്ചതാണ്, എന്നാൽ കുറച്ചൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വന്നത് ശരിയാണ്. അപ്പൊ ഹാൻഡ് മെയ്ഡ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്ലെയിൻ പോട്ടറി ഉണ്ട്. വിത്ത് റെഡ് ക്ലേ വാസ് മോർ കോമൺ ദാൻ പെയിന്റഡ് വെയർ. ഓക്കെ, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. It was confined to the use of bases of the pans and dishes of offering stand. ഇനി പെർഫറേറ്റഡ് പോട്ടറികളുണ്ട്. പെർഫറേറ്റഡ് പോട്ടറി, തുളകളുള്ള പോട്ടറി കിട്ടിയിട്ടുണ്ട്. ഓർത്തിരിക്കുക. ലാർജ് ഹോൾ അറ്റ് ദി ബോട്ടം ആൻഡ് സ്മോൾ ഹോൾസ് ഓൾ ഓവർ ദ വോൾ. ഓക്കെ, ചെറിയ ഓട്ടകൾ മൊത്തമുണ്ട്, അടിയിൽ വലിയൊരു ഹോളുള്ള. ആൻഡ് വാസ് പ്രോബബ്ലി യൂസ്ഡ് ഫോർ സ്ട്രെയിനിങ് ദ ലിക്വർ. ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാവാം. ഓക്കെ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പെർഫറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ലിക്കർ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു പോട്ടറി ആയിട്ട് നമുക്ക് ഇതിനെ കാണാവുന്നതാണ്, പെർഫറേറ്റഡ് പോട്ടറി. ഇനി ഇവരുടെ ആ ഒരു എസ്തെറ്റിക് അല്ലെങ്കിൽ അവരുടെ കോസ്മെറ്റിക്സ്, ഓർണമെന്റ്സ്, ബീഡ്സ് ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. ആ കാലഘട്ടത്തിലെ ആൾക്കാർ അവരുടെ സൗന്ദര്യ വീക്ഷണം അതെങ്ങനെയായിരുന്നു എന്നൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. ദ ഹാരപ്പൻ decorated themselves with a large variety of ornaments. അവർ എല്ലാവരും ഇവിടെ ആ ഒരു ജെൻഡർ ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല, എല്ലാവരും വളരെ വലിയ രീതിയിൽ തന്നെ അവരെന്ത് ചെയ്തിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഓർണമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. അവര് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? പ്രീഷ്യസ് മെറ്റൽസ് ആൻഡ് ജെംസ്റ്റോൺ. ഒരുപാട് കാര്യങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ബോൺ ആൻഡ് ബേക്ക്ഡ് ക്ലേ, ബോണുകളും ബേക്ക്ഡ് ക്ലേയും ജെംസ്റ്റോണും പ്രീഷ്യസ് മെറ്റൽസും പലതും അവർ ഓർണമെന്റ്സിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. വൈറ്റ് നെക്ലേസ്, ഫില്ലറ്റ്സ്, നേരത്തെ പറഞ്ഞു, ഹെയർ ബാൻഡ് കൊണ്ടൊരു സാധനമാണ്. ആംലെറ്റ്, ഫിംഗർ റിങ്സ്, ഇതൊക്കെ അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വൺ ബൈ ബോത്ത് സെക്സസ്. ഞാൻ പറഞ്ഞു, ആണ് പെണ്ണ് എന്നുള്ള ആ ഒരു സിസ്റ്റം ഇല്ല, എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. ജ്വല്ലറി ഫൗണ്ട് അറ്റ് മോഹൻജദാരോ ആൻഡ് ലോദർ ഇൻക്ലൂഡ് നെക്ലേസ് ഓഫ് ഗോൾഡ് ആൻഡ് സെമി പ്രീഷ്യസ് മെറ്റൽ സ്റ്റോൺസ്. മോഹൻജദാരോ ലോദറിൽ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നെക്ലേസ് ഓഫ് ഗോൾഡും അതേപോലെ സെമി പ്രീഷ്യസ് മെറ്റൽ സ്റ്റോൺ കണ്ടെത്തിയിട്ടുണ്ട്. കോപ്പർ ബ്രേസ്ലെറ്റ് ആൻഡ് ബീഡ്സ്, ഗോൾഡ് ഇയറിംഗ്സ് ആൻഡ് ഹെഡ് ഓർണമെന്റ്സ്. ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എ സെമിത്തേരി ഹാസ് ബീൻ ഫൗണ്ട് അറ്റ് ഫർമാന ഇൻ ഹാരപ്പ. ഹാരപ്പയിലുള്ള ഒരു പ്രദേശമാണ് ഫർമാന എന്ന് പറയുന്നത്. അവിടുന്ന് ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്, ബെറീഡ് വിത്ത് ഓർണമെന്റ്സ്. ഓക്കെ, ഓർണമെന്റ്സിന്റെ കൂടെയാണ് ഡെഡ് ബോഡി എന്ത് ചെയ്തിട്ടുള്ളത്, ബെറി ചെയ്തിട്ടുള്ളത്. ഫർമാന കേട്ടോ, ഫർമാന ഇൻ ഹാരപ്പ. ചിലപ്പോൾ ചോദ്യത്തിൽ വന്നേക്കാം, നമ്മൾ ഇതുവരെ ആ ഒരു കാര്യം ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ചോദ്യത്തിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് വെക്കേണ്ടത്. Well-developed bead industries were present at Chanudaro and Lothal. Okay, ലോഥലിലും ചാനദാറിലും ഒക്കെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ബീഡ് ഇൻഡസ്ട്രികളുണ്ട്. ചാനഹുദാരോ ഈ ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, സം ബീഡ്സ് were made of 2 or more stones cemented together. അതൊക്കെ ഉണ്ട് കേട്ടോ, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നത് ശരിയാണ്. സം ബീഡ്സ് were made of 2 or more stones cemented together. Also made models of animals, especially monkeys and spirits.
used as a pin head and pins. Okay. Spinning of cotton and wool. ഓർത്തിരിക്കുക, സ്പിന്നിങ് ഓഫ് കോട്ടൺ ആൻഡ് wool വാസ് വെരി കോമൺ, വളരെ കോമൺ ആയിരുന്നു. ബോത്ത് റിച്ച് ആൻഡ് പുവർ പ്രാക്ടീസ് സ്പിന്നിങ് എന്നാണ് പറയപ്പെടുന്നത്. Man and woman wore two separate pieces of attire similar to ധോത്തി ആൻഡ് ഷോൾ. അവിടെ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സിനെ കുറിച്ച് പറയുന്നത് ഇന്നത്തെ ധോത്തിയും ഷോളും ആ രീതിയിലുള്ള ഡ്രസ്സാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഷോൾ കവേർഡ് ദ ലെഫ്റ്റ് ഷോൾഡർ പാസിംഗ് ബിലോ റൈറ്റ് ആണ്. നമ്മൾ നേരത്തെ ആ പ്രീ സ്റ്റിച്ചിങ് പറഞ്ഞേക്കാം. അതുപോലെ തന്നെ they were conscious of fashion. അവർ ഫാഷനെ കുറിച്ച് അവർ കോൺഷ്യസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതും ശരിയാണ്. they were conscious of fashion. Different hairstyles were in vogue. The beard was popular. അവർക്ക് താടി വളരെ പോപ്പുലർ ആയിരുന്നു. അതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈല് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി സിനാബാർ വാസ് യൂസ്ഡ് ആസ് എ കോസ്മെറ്റിക് ആൻഡ് ഫേസ് പെയിന്റ്. ഒക്കെ മുഖമൊക്കെ ചോപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സൗന്ദര്യ വർദ്ധക വസ്തുക്കളായിട്ട് അവര് സിനാബാർ യൂസ് ചെയ്തിരുന്നത്. ചുവന്ന കല്ലുണ്ടല്ലോ, ചുവന്ന പിങ്ക് കളർ, പിങ്ക് അല്ല ബ്രിട്ടീഷ് കളർ വരുന്നത്. അതേപോലെ ലിപ്സ്റ്റിക് ആയിട്ടും മറ്റേ ലൈനർ ആയിട്ടൊക്കെ അവരുണ്ട്. അതൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഐലൈനർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോസ്മെറ്റിക് ഫേസ് പെയിന്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മുഖം ആ ഒരു ചുവപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി സൗന്ദര്യ വർദ്ധക വസ്തുവായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ലോണം മനസ്സിലാക്കി വെക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ഈ പക്ക ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് വരാം. സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ച് കൊടുത്തിട്ട് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പക്ക റേറ്റ് ആണെങ്കിൽ റേറ്റ്, ലെഫ്റ്റാമാണ് ലെഫ്റ്റാണ്, ആ രീതി തന്നെ മനസ്സിലാക്കി വെക്കണം. പ്രധാനപ്പെട്ട സൈറ്റുകൾ അവിടെ നിന്നാണ് കിട്ടിയത്. ആ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സിവിലൈസേഷൻ ഏരിയ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഒരുപാട് ആസ്പെക്ടുകൾ, ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാന്ന് തോന്നുന്നു.